നമസ്കാരം. +1 ഫിസിക്സിൻ്റെ 4ാമത്തെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻപ് ചെയ്ത 3 വീഡിയോസ് കാണാൻ കഴിയാത്തവർക്ക് ലിങ്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഉപയോഗപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. The static friction comes into play at the moment the force is applied. Write the relation between static friction and normal reaction. ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫ്രിക്ഷൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ എഴുതുക. രണ്ടാമത്തേത് ഡിറ്റർമിൻ ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ ട്രെയിൻ in which a box lying on its floor will remain stationary, given that coefficient of static friction between the box and the train's floor is 0.15. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. അതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആക്സിലറേഷനാണ്. ഓക്കെ, ആൻഡ് യു ആർ ഗിവൺ ദാറ്റ് ദ ബോക്സ് ലൈസ് stationary, it remains stationary. ക്വസ്റ്റിന് മൂന്നാമത്തെ പാർട്ടിൽ സ്റ്റേറ്റ് ദ ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് ക്ലാസ് കാണുമ്പോൾ ഐ സജസ്റ്റ് വെൻ യു ഗെറ്റ് ദ ക്വസ്റ്റ്യൻ യു പോസ് ദ വീഡിയോ, ദെൻ ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ, ദെൻ വാച്ച് ദ ക്ലാസ്. ഓക്കെ, പോസ് ചെയ്തിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം. നോക്കാം ഇത് എങ്ങനെ ഓരോന്നിൻ്റെയും സൊല്യൂഷൻ നോക്കാം. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ F = μs × R. രണ്ടാമത്തെ പാർട്ടിൽ μs 0.15 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് വി നോ MA = μsR. MA ഫോഴ്സ് = μs × R. സോ M രണ്ട് സൈഡിലും സെയിം ആണ്. ആറിന് പകരം യു ക്യാൻ ഗിവ് mg നോർമൽ റിയാക്ഷൻ. സോ m ക്യാൻസൽസ് ആൻഡ് A = μsg. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 0.15 × 9.8 = 1.47 m/s². സി പാർട്ടിൽ നമുക്കറിയാം F < μsn. ദെൻ the static friction is independent of area of contact, but it depends on nature of the surfaces in contact. അപ്പോൾ ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉദ്ദേശിക്കുന്ന ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നെയായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A large force acting for a short interval of time is called impulsive force. What is the SI unit of impulse? Impulse എന്താണെന്ന് നമുക്കറിയാം. എന്താണ് impulse? It is force into time അല്ലേ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ അതിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. രണ്ടാമത്തെ പാർട്ടിൽ 2 billiard balls each of mass 0.05 kg moving in opposite direction with speed 6 m/s collide and rebound with the same speed. What is the impulse imparted to each ball due to the other? So you have 2 balls. ഓരോന്നിൻ്റെ മാസ് തന്നിട്ടുണ്ട്, സെയിം ആണ്. They are moving in opposite direction. You are given the speed. Okay. Collide and rebound with the same speed. കൊളീഷന് ശേഷം അതേ സ്പീഡിൽ തിരിച്ചു പോവാണ് ചെയ്യുന്നത്. റീബൗണ്ട്സ് വിത്ത് ദ സെയിം സ്പീഡ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. റീബൗണ്ട്സ് വിത്ത് ദ സെയിം സ്പീഡ്. ഓക്കെ, റീബൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം ഇറ്റ് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദെൻ വാട്ട് ഇസ് ദി ഇമ്പൾസ്? ഓക്കെ, നോക്കാം.
സോ ഇമ്പൾസിൻ്റെ യൂണിറ്റ് ഒന്നുകിൽ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് എടുക്കുമ്പോൾ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. സോ എം ഇൻറ്റു വി മൈനസ് യു 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വി നാച്ചുറലി -6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. I equal to m into 6 minus 6. So I'll get minus 0.6 Newton second. ഇനി നമ്മൾ യു നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വി പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോൾ ആൻസർ പോസിറ്റീവാണ്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ opposes impending motion. Write the mathematical equation connecting the limiting value of static friction with normal reaction. Choose the correct statement. Second part ആണത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ you have to write the mathematical equation. ഇതൊക്കെ കണക്ട് ചെയ്യുന്നതാണ്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ മാക്സിമം വാല്യൂ. ദെൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ്. Both kinetic friction and static friction are independent of area of contact. Kinetic friction depends on area of contact, but static friction do not. Static friction depends on area of contact, but kinetic friction do not. Both kinetic friction and static friction depend on area of contact. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് ചൂസ് ചെയ്യണം. നമ്മൾ ഒരിക്കൽ മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ വന്നതാണ്. അപ്പോൾ സെയിം ടോപ്പിക് തന്നെ പല രീതിയിൽ ചോദിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നേരത്തെ നമ്മൾ ഇതിനെപ്പറ്റി ഈ ഒരു കാര്യം നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തതാണ്. നോക്കാം. Fs max is equal to mu(s) n. Relation between normal reaction and limiting friction. പിന്നെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ദ സർഫസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. എ മാസ് മീൻസ് ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ മൂന്നാമത്തെ പാർട്ടാണ് അടുത്തത്. എ മാസ് റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. The plane is gradually inclined until at an angle theta with the horizontal. The mass just begins to slide. Show that the coefficient of static friction between the block and the surface is equal to tan theta. So you are given mass that rests on a horizontal table that is inclined, plane is inclined at an angle theta. Mass just begins to slide. ഇൻക്ലൈൻ ചെയ്ത പ്ലെയിനിലൂടെ മാസ് സ്ലൈഡ് ചെയ്യാണ്. അപ്പോൾ ഷോ ദാറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ സർഫസ്. ബ്ലോക്കും സർഫസും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടാൻ തീറ്റയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇറ്റ്സ് ബെറ്റർ യു ഡ്രോ എ ഡയഗ്രാം. ഓക്കെ, ഈ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് ഒരു സ്ലൈഡ്, അതായത് ഒരു ചെരിഞ്ഞ പ്ലെയിനിൽ യു ഹാവ് എ മാസ്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ആലോചിക്കണം. ഓക്കെ, ഏതൊക്കെയായിരിക്കും? അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും, നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസൊക്കെ നമ്മൾ ഒരു ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ടാൻ തീറ്റ എന്താണെന്ന് നോക്കാം. സോ we'll consider the diagram first and note down one point. A mass rests on a horizontal plane. Okay, so it was at rest initially. So we'll consider the solution. See the diagram. Equilibrium ആണ് നമുക്ക് assume ചെയ്യാം, കാരണം മൂവ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ് റെസ്റ്റ്. സോ വേരിയസ് ഫോഴ്സസ് ആക്ടിങ്, നോർമൽ റിയാക്ഷൻ perpendicular to the surface upward, then weight mg, that is vertically downward, and frictional force. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മാസ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? താഴേക്കായിരിക്കും മൂവ് ചെയ്യുക അല്ലേ? അപ്പോൾ നാച്ചുറലി ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? Fs max എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്. അപ്പോൾ ഈ മാസിനെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി, താഴേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണുള്ളത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നാച്ചുറലി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് Fs മാക്സ് നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ ഈ ഫിഗറിൽ തന്നിട്ടുള്ള പോലെ മാർക്ക് ചെയ്തത്. അപ്പോൾ n normal reaction perpendicular to the surface, mg vertically downward.
Okay, now you can resolve mg into two components, mg cos theta downward and mg sin theta horizontally. Okay, so now you can easily find out it is at equilibrium. Equilibrium എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഇസ് ഈക്വൽ ടു 0. നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതുപോലെ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈക്വേഷൻ സിമ്പിളായിട്ട് എഴുതാം, വളരെ ഈസി ആയിട്ട് എഴുതാം. എം ജി സൈൻ തീറ്റ ഈക്വൽ ടു എഫ് എസ് മാക്സ്. ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആണ് രണ്ടും. സോ എം ജി സൈൻ തീറ്റ ഏതിന് ഈക്വൽ ആവണം, എഫ് എസ് മാക്സിന് ഈക്വൽ ആയിരിക്കണം, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. അത് ഈക്വൽ ആണെങ്കിൽ മാത്രമേ റെസ്റ്റിലാവും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള റെസ്റ്റിനുള്ള കണ്ടീഷനാണ്. ഇനി അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്, ഒന്ന് നോർമൽ റിയാക്ഷൻ, രണ്ടാമത്തേത് എം ജി കോസ് തീറ്റ. അപ്പോൾ റെസ്റ്റിലാവണമെങ്കിൽ ഉള്ള മറ്റൊരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ എഴുതാം, n ഈക്വൽ ടു എം ജി കോസ് തീറ്റ. സോ ഫ്രം ദാറ്റ് tan theta equal to fs max by n, right? Now what is fs max by n? It is mu s, അല്ലേ? mu s ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. fs max is equal to mu s into n. So fx max by n equal to mu s. Okay, so we got the proof. Next question. A car and a truck have the same kinetic energies at a certain instant while they are moving along two parallel road. Which one will have greater momentum? So you are given that car and truck രണ്ടിനും ഒരേ കൈനറ്റിക് എനർജിയാണ് തന്നിട്ടുണ്ട്. ഏതിനാണ് ഗ്രേറ്റർ മൊമെൻറ്റം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ പാർട്ടിൽ if the mass of truck is 100 times greater than that of the car, find the ratio of velocities of the truck to that of the car. So mass of truck 100 times greater, then velocity of truck to that of the car. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. We'll see the solution. ഗ്രേറ്റർ മൊമെൻറ്റം ഏതിനായിരിക്കും നോക്കാം. ആദ്യം രണ്ടിനും സെയിം കൈനറ്റിക് എനർജിയാണ്, അതുകൊണ്ട് കെ എന്ന് കൊടുത്തു. കെ സി കൈനറ്റിക് എനർജി ഓഫ് കാർ, കെ ടി kinetic energy of truck. Both are equal to K. Mt equal to 100 mc. Okay, so we have the relation K equal to P square by 2. Kinetic energy P square by 2, or P square equal to 2mk, or P equal to root of 2mk. ഇതിൽ നമുക്ക് മനസ്സിലാവും ഏതിനാണ് മൊമെൻറ്റം കൂടുതലുള്ളത്. കൈനറ്റിക് എനർജി സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം മൊമെൻറ്റം മാസ് കൂടുതൽ ഏതിനാണോ അതിനായിരിക്കും കൂടുതൽ മൊമെൻറ്റം. ഓക്കെ, സോ ആസ് മാസ് ഇൻക്രീസസ് മൊമെൻറ്റം ഇൻക്രീസസ്. ഇപ്പോൾ കൈനറ്റിക് എനർജി ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജിയും കൂടെ അതിൻ്റെയും കൂടി ഇൻഫ്ലുവൻസ് വരും. ഈ ഒരു കേസിൽ കൈനറ്റിക് എനർജി സെയിം ആയതുകൊണ്ട് മാസ് കൂടിയതിനായിരിക്കും മൊമെൻറ്റം കൂടുതൽ. സോ മൊമെൻറ്റം ഓഫ് ട്രക്ക് ഇസ് മോർ. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളിത് ചെയ്യുന്നുണ്ടാവും പ്രോബ്ലം, അതിന് ശേഷം മാത്രം വീഡിയോ കാണുക, അതായിരിക്കും നന്നാവുക. രണ്ടാമത്തെ പാർട്ടിൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ് നമുക്കറിയാം. സോ കെ സി ബൈ കെ ടി ഈക്വൽ ടു ഹാഫ് എം സി വി സി സ്ക്വയർ ബൈ ഹാഫ് എം ടി വി ടി സ്ക്വയർ. ഹാഫ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എം സി വി സി സ്ക്വയർ ബൈ എം ടി വി ടി സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് വി ടി ബൈ വി സി ഈക്വൽ ടു റൂട്ട് ഓഫ് എം സി ബൈ എം ടി എന്ന് കിട്ടും അല്ലേ. വി ടി ബൈ വി സി ഈക്വൽ ടു റൂട്ട് ഓഫ് എം സി ബൈ എം ടി. ഓക്കെ, ഒന്നുകിൽ അവിടെ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എം സി അറിയില്ല, എം ടി 100 mc എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ കെ സി ബൈ കെ ടി രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അവിടെ 1 കൊടുക്കാം. സോ എം സി വി സി സ്ക്വയർ ബൈ എം ടിക്ക് പകരം 100 mc വി ടി സ്ക്വയർ. ഓക്കെ, അതിൽ നിന്ന് വി ടി സ്ക്വയർ ബൈ വി സി സ്ക്വയർ ഈക്വൽ ടു 1/100, ഓർ വി ടി ബൈ വി സി ഈക്വൽ ടു 1/10. സ്ക്വയർ റൂട്ട് ഓഫ് 1/100 ദാറ്റ് ഇസ് 1/10. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
അടുത്ത to reduce friction and accident by skidding the roads are banked at curves. What is meant by banking of roads? ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. എപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ് പല രീതിയിലും. ഇപ്പോൾ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്താണ്? അതാണ് ഫസ്റ്റ് പാർട്ട്. സ്കെച്ച് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ ആൻഡ് മാർക്ക് ദ വേരിയസ് ഫോഴ്സസ്. ഇതും എപ്പോഴും ചോദിക്കാറുണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് പല രീതിയിൽ ബാങ്കിങ് എന്താണ്, ഡയഗ്രാം വരയ്ക്കുക, ഡെറിവേഷൻ. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നന്നായിട്ട് പഠിച്ചു വെക്കുക. മീൻസ് എന്താണ്? റേസിങ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് വിത്ത് റെസ്പെക്ട് ടു ദി ഇന്നർ എഡ്ജ്. ആ ഡയഗ്രാം കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഡെറിവേഷൻ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഈ ഒരു ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് ഫ്രിക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. വിത്തൗട്ട് ഫ്രിക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ മ്യൂ 0 കൊടുത്താൽ മതി. അപ്പോൾ ഇത് റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആയിട്ട് അങ്ങനെ പഠിച്ചു വെക്കുക. അതല്ലാതെ എൻ്റെ ഡെറിവേഷനും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. എ ഗൺ മൂവ്സ് ബാക്ക്വേർഡ് when a shot is fired from it. Choose the correct statement. The momentum of the gun is greater than that of the shot. Momentum acquired by the gun and shot have the same magnitude. Gun and shot acquire the same amount of kinetic energy. അപ്പോൾ ഇതിലേതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്? കറക്റ്റ്. ഗൺ അതായത് വെൻ ഷോട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഗണ്ണ് ബാക്കോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ സാധൂകരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പാർട്ടിൽ ഷെൽ ഓഫ് മാസ് 0.02 കിലോഗ്രാം ഇസ് ഫയർഡ് ബൈ എ ഗൺ ഓഫ് മാസ് 100 കിലോഗ്രാം. If the muzzle speed of the shell is 80 meters per second, what is the recoil speed of the gun? Okay, see, first part in answer, momentum acquired by the gun and shot have the same magnitude. Magnitude മാത്രമേ സെയിം ആയിട്ടുള്ളൂ, കാരണം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഷോട്ട് മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ, ബുള്ളറ്റ് മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ ഗണ്ണ് ബാക്കോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ദേ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. രണ്ടാമത്തെ പാർട്ടിൽ ഗിവൺ മാസ്, ക്യാപിറ്റൽ എം മാസ് ഓഫ് ഗൺ, സ്മോൾ വി വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്. ഓക്കെ, ക്യാപിറ്റൽ വി ആണ് കണ്ടുപിടിക്കേണ്ടത്, വെലോസിറ്റി ഓഫ് ദി ഗൺ. സോ ടോട്ടൽ മൊമെൻറ്റം before collision equal to total momentum after collision. Law of conservation of linear momentum. So before collision momentum 0 ആണ്, after collision mv plus mv. So capital V minus mv divided by capital M. Substitute here, you'll get minus 0.016 meter per second. Negative sign എന്താണ് അതിൻ്റെ അർത്ഥം? Gun moves in the opposite direction. Okay, clear ആണല്ലോ. Next one, what is the condition for the equilibrium of concurrent forces? A mass of 6 kilogram is അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആയിരുന്നു അത്. കൺകറൻറ്റ് ഫോഴ്സസ് എന്താണെന്ന് ഓർമ്മയുണ്ടാവുമല്ലോ. എന്താണ് കൺകറൻറ്റ് ഫോഴ്സസ്? ആലോചിച്ച് നോക്കുക. Then mass of 6 kilogram is suspended by a rope of length 2 meters from the ceiling. A force of 50 Newton in the horizontal direction is applied at the midpoint P of the rope as shown. What is the angle the rope makes with the vertical in equilibrium? Okay, mass of 6 kilogram suspended by a rope. Length തന്നിട്ടുണ്ട്, mass തന്നിട്ടുണ്ട്. Force of 50 Newton in the horizontal direction. Horizontal direction ആണ് ഫോഴ്സ്. ദെൻ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയഗ്രാം തന്നിട്ടുണ്ട്, നമുക്ക് കാണാം. സി പാർട്ടിൽ വാട്ട് ബി ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റോപ്പ് വിത്ത് ദ വെർട്ടിക്കൽ ഇഫ് ഇറ്റ്സ് ലെങ്ത് ഇസ് ഡബിൾഡ്. അതായത് ഈ റോപ്പിൻ്റെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ, ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളിന് എന്ത് വ്യത്യാസം വരും? ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്.
വെർട്ടിക്കലും റോപ്പും തമ്മിലുള്ള ആംഗിൾ നോക്കാം. ഇതാണ് തന്നിട്ടുള്ള ഡയഗ്രാം. നെറ്റ് ഫോഴ്സ് ഒരു പോയിന്റിൽ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് പറയുക, കൺകറൻറ്റ് സോ മെനി ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്, അതിനാണ് നമ്മൾ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയുക. ഇക്വിലിബ്രിയത്തിലാവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, നെറ്റ് ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു 0. ഈ ഡയഗ്രാം നോക്കൂ. ഡയഗ്രത്തിൽ T1 കോസ് തീറ്റ T1 സൈൻ തീറ്റ തന്നിട്ടില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഡയഗ്രത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 60 ന്യൂട്ടൺ വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നു, 50 ന്യൂട്ടൺ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്നു. റോപ്പ് ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ റോപ്പിൽ ആക്ട് ചെയ്യുന്നതാണ് ഈ രണ്ട് ഫോഴ്സ്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്. സെയിം 60 ന്യൂട്ടൺ നേരെ വെർട്ടിക്കലി താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, 50 ന്യൂട്ടൺ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. പക്ഷേ റോപ്പിൽ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ദർ ഇസ് എ ടെൻഷൻ ആക്ടിങ് ഓൺ ദ റോപ്പ്, ദറ്റ് ഈസ് along its length, okay, at an angle with respect to the vertical. Verticalaയിട്ട് ഒരു ആംഗിളിലാണ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ടെൻഷൻ ക്യാൻ ബി റിസോൾവ് ഇൻ ടു 2 components. എങ്ങനെയൊക്കെ റിസോൾവ് ചെയ്യാം? T1 cos theta, T1 sin theta. So tension T resolved into 2 components, T1 cos theta and T1 sin theta. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇക്വിലിബ്രിയം ആവണമെങ്കിൽ പോയിന്റ് പി ഇക്വിലിബ്രിയം പിയിലാണിപ്പോൾ നമുക്ക് പറയാം. പിയിൽ 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് 60 ന്യൂട്ടൺ വെർട്ടിക്കലി ഡൗൺവേർഡ്, മറ്റൊന്ന് 50 ന്യൂട്ടൺ ഹൊറിസോണ്ടലി, മറ്റൊന്ന് ടെൻഷൻ. ഈ 3 ഫോഴ്സസും ആക്ട് ചെയ്യുന്നതാണ് പോയിന്റ് പി. അത് കൺകറൻറ്റ് ഫോഴ്സസ് ആണ് 3. അപ്പോൾ ഈ പോയിന്റ് പി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം അല്ലേ. നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? വെർട്ടിക്കൽ ഫോഴ്സിനെ ക്യാൻസൽ ചെയ്യാൻ ഒരു അപ്വേർഡ് ഫോഴ്സ് വേണമല്ലോ, അത് ആണ് ഇത് T1 cos തീറ്റ. അതുപോലെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫോഴ്സിനെ ക്യാൻസൽ ചെയ്യാൻ മറ്റൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് വേണമല്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ദാറ്റ് ഇസ് T1 sin തീറ്റ. ഓക്കെ, സോ നെറ്റ് ഫോഴ്സ് അറ്റ് P ഈക്വൽ ടു 0. ആ കണ്ടീഷൻ എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് tan തീറ്റ 50/60 or 40 degree. തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് 5/6, that is 40 degree. ഇനി എന്താണ് ലെങ്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക? What happens if length of the rope is doubled? നോക്കൂ, ഈ ആംഗിളിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുമോ? ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല, കാരണം ലെങ്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ലെങ്ത്. ദറ്റ് മീൻസ് നോ ചേഞ്ച് ഇൻ ദി ആംഗിൾ. Next, the schematic diagram of the circular motion of a car on a banked road is shown in figure. If the centripetal forces provided by horizontal component N and F arrive at an expression for maximum safe speed. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മാക്സിമം സേഫ് സ്പീഡിനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക. ഓക്കെ, ഈ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെറിവേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ മറ്റൊരു പാർട്ട്, ദ ഒപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടയർ ഓൺ ഇറ്റ്സ് ടയേഴ്സ് ഇസ് ഗിവൺ ബൈ ഗിവൺ ഓപ്ഷൻസ് √RG tan theta, √RG cot theta, √RG sin theta, √RG cos theta. അത് നമുക്ക് ക്ലിയർ ആണ് ആൻസർ, √RG tan theta. അടുത്തത്, the given graph ABCD shows variation of force with time for a body placed on a smooth horizontal surface. Using the given graph, state whether statements are true or false. തന്നിട്ടുള്ളത് വേരിയേഷൻ ഇൻ ഫോഴ്സ് വിത്ത് ടൈം ഫോർ എ ബോഡി പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചിട്ടുള്ള ബോഡിയിലെ ഫോഴ്സും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. ഓക്കെ, സോ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ്. അപ്പോൾ ഗ്രാഫ് നോക്കൂ, ടൈം എക്സ് ആക്സിസിൽ, ഫോഴ്സ് വൈ ആക്സിസിൽ, AB then CD. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഫോഴ്സ് ആക്ടിങ് ഓൺ ബോഡി അലോങ് AB ഈസ് കോൺസ്റ്റൻറ്റ്. AB എന്ന ഒരു പാർട്ടുണ്ടല്ലോ,
ആ പോർഷനിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ശരിയാണോ? യെസ്, ശരിയാണ്. കാരണം ടൈമിനനുസരിച്ച് ഫോഴ്സിൽ വ്യത്യാസമില്ലല്ലോ. ഫോഴ്സ് സെയിം അല്ലേ, എ ടു ബി, അതെ, അത്ര സമയം വരെ, എ മുതൽ ബി വരെ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഫോഴ്സിൽ വേരിയേഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഫോഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫോഴ്സ് ആക്ടിങ് ഓൺ ബോഡി അലോങ് സി ഡി 0. ഗ്രാഫിൽ സി ഡി എന്നുള്ള പാർട്ട് നോക്കൂ. ആ ഒരു പാർട്ടിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? 0. കാരണം സി ഡി എക്സ് ആക്സിസിൽ തന്നെയല്ലേ. സോ അവിടെയുള്ള ഫോഴ്സ് 0 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അടുത്ത പാർട്ട്, state the law of conservation of linear momentum. Then find the region on the graph at which body moves with constant momentum. Draw a momentum time graph for the given graph. Okay, ഇത്രയും പാർട്ട് ഉണ്ട് ആ ക്വസ്റ്റിന്. നോക്കാം. ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമുക്കറിയാം. If external force is 0, total linear momentum of the system remains constant. അല്ലെങ്കിൽ പറയാം total initial momentum equal to total final momentum. ഏത് രീതിയിൽ വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ പാർട്ടിൽ സി ഡി ഫോഴ്സ് 0 അല്ലേ. ഫോഴ്സ് 0 ആവുന്നത് ഏത് പോർഷനിലാണ്? സി ഡി എന്ന പോർഷനിലാണ്. എന്താ ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് എന്നാണ് അർത്ഥം. കാരണം എന്താ? ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. അപ്പോൾ സി ഡി എന്നുള്ള പോർഷനിൽ ഫോഴ്സ് 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് മൊമെൻറ്റം ഡസ് നോട്ട് ചേഞ്ച് അല്ലേ. ഫോഴ്സ് 0 മീൻസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ടു 0 ഓർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മൊമെൻറ്റം ഡസ് നോട്ട് ചേഞ്ച്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താ? മൊമെൻറ്റവും ടൈമും തമ്മിലുള്ളൊരു ഗ്രാഫ് വരയ്ക്കാനാണ്. ഇങ്ങനെയായിരിക്കും മൊമെൻറ്റവും ടൈമും തമ്മിലുള്ള ഗ്രാഫ് ഇതിൽ വരിക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫോഴ്സ് എ മുതൽ ബി വരെയുള്ള ടൈം ഇൻ്റർവെല്ലിൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഫോഴ്സും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ എന്താ? എഫ് പ്രപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. അപ്പോൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ മൊമെൻറ്റം എങ്ങനെയായിരിക്കണം? മൊമെൻറ്റം ഷുഡ് ബി ചേഞ്ചിങ് യൂണിഫോംലി അല്ലേ. ഓർമ്മയില്ലേ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആവുന്ന എപ്പോഴാണ്? when velocity increases by equal amounts in equal time interval അല്ലേ. വെലോസിറ്റി ഈക്വൽ ടൈം ഇൻ്റർവെൽ ഈക്വലി ചേഞ്ച് ചെയ്യുമ്പോഴാണ് ആക്സിലറേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതേപോലെ ഫോഴ്സും മൊമെൻറ്റവും ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. സോ if momentum increases or decreases uniformly, then force remains constant. Increase ആവാം മൊമെൻറ്റം, അല്ലെങ്കിൽ ഡിക്രീസ് ആവാം. ഏതായാലും യൂണിഫോം ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് വരികയാണെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി താഴെയോ? ഫോഴ്സ് 0 ആവുന്ന എപ്പോഴായിരിക്കും? ഫോഴ്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 അല്ല. ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? മൊമെൻറ്റം റിമെയിൻസ് constant. Okay, so force 0 means change in momentum 0. Change in momentum 0 means momentum remains constant. അപ്പോൾ ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചു നോക്കൂ. മൊമെൻറ്റവും ടൈമും തമ്മിലുള്ള ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചു നോക്കൂ. വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സി ഇങ്ങനെ ആയിരിക്കില്ലേ. ഒ മുതൽ സി വരെ മൊമെൻറ്റം ഇൻക്രീസിങ്. എപ്പോഴും ഇൻക്രീസ് ആവണമെന്നില്ല, ഡിക്രീസ് ആയാലും ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സി മുതൽ ഡി വരെ മൊമെൻറ്റം കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഇറ്റ്സ് എ ഗ്രാഫ് ബിറ്റ്വീൻ ടൈം ആൻഡ് മൊമെൻറ്റം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മാച്ച് ദ ഫോളോയിങ്. കോളം എയിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, ന്യൂട്ടൺസ് impulse. Column B change in momentum, action reaction, law of inertia, momentum before collision equal to momentum after collision. പെട്ടെന്ന് മാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ലോ ഓഫ്
inertia. Conservation of linear momentum. Yes, it is momentum before collision equal to momentum after collision. Then Newton's third law, action, reaction, impulse, change in momentum. Okay. So first law of inertia, conservation of momentum, momentum before collision, momentum after collision equal. Third law, action, reaction, and impulse, change in momentum. Okay. അപ്പോൾ മുൻ വർഷങ്ങളിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒരു പ്രാവശ്യം മാത്രമല്ല പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.